IPLന്റെ ചരിത്രത്തിൽ എക്കാലവും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. എന്നാൽ ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള നിർണായകമായ മത്സരത്തിൽ ടീം നേരിട്ട 8 വിക്കറ്റിന് ദയനീയമായ പരാജയം ആരാധകരെ ഒരുപോലെ നിരാശപ്പെടുത്തുന്നതും ചിന്തിപ്പിക്കുന്നതുമായിരുന്നു. മുൻ ഇന്ത്യൻ നായകനും ചീഫ് സെലക്ടറുമായിരുന്ന K. ശ്രീകാന്ത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ നിരീക്ഷണങ്ങൾ ഈ തോൽവിയുടെ കാരണങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. സഞ്ജുവിന്റെ മോശം ഫോമും ടീം മാനേജ്മെന്റിലെ പാളിയ തന്ത്രങ്ങളുമാണ് ചെന്നൈയുടെ പതനത്തിന് ആക്കം കൂട്ടിയത്. മുംബൈ ഇന്ത്യൻസിനെതിരായ തൊട്ടുമുമ്പത്തെ മത്സരത്തിൽ പുറത്താകാതെ നേടിയ സെഞ്ചുറിയും തിളക്കത്തിലുമാണ് സഞ്ജു സാംസൺ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പാടണിഞ്ഞത്. ചെന്നൈ ആരാധകർ സഞ്ജുവിൽ നിന്നും മറ്റൊരു മാസ്മരിക ഇന്നിംഗ്സ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ക്രിക്കറ്റ് ഒരു അനിശ്ചിതത്വങ്ങളുടെ കളിയാണെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടു. 15 പന്തിൽ വെറും 11 റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാനായത്. K. ശ്രീകാന്തിന്റെ അഭിപ്രായത്തിൽ സഞ്ജുവിന്റെ ബാറ്റിംഗിൽ തുടക്കം മുതൽക്കേ വലിയ അസ്വസ്ഥത പ്രകടമായിരുന്നു. സാധാരണയായി ക്രീസിലെത്തിയാൽ ആദ്യ പന്ത് ആത്മവിശ്വാസത്തോടെ ബാറ്റ് വീശുന്ന സഞ്ജുവിനെ അല്ലാന്ന് കണ്ടത്. മുഹമ്മദ് സിറാജ് എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടി. മത്സരത്തിന്റെ ആദ്യ ഓവറുകളിൽ ബോളിംഗ് ലഭിച്ച സ്വിംഗും വേഗതയും സഞ്ജുവിനെ പ്രതിരോധത്തിലാക്കി. മുഹമ്മദ് സിറാജ് എറിഞ്ഞ ആദ്യ ഓവറിലെ ആദ്യ 5 പന്തുകളിലും സഞ്ജുവിന് റണ്ണൊന്നും നേടാനായില്ല. ഒരു മെയ്ഡൻ ഓവർ ആകുമെന്ന് കരുതിയ ആ ഓവറിലെ അവസാന പന്തിൽ ഒരു സിംഗിൾ എടുത്താണ് അദ്ദേഹം അക്കൗണ്ട് തുറന്നത്. തൊട്ടടുത്ത ഓവറിൽ റബാഡ എത്തിയതോടെ സമ്മർദ്ദം ഇരട്ടിച്ചു. റബാഡയുടെ കൃത്യതയാർന്ന ലൈനും ലെങ്തും സഞ്ജുവിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. റൺസ് കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ സഞ്ജുവിന്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടുവെന്ന് ശ്രീകാന്ത് നിരീക്ഷിക്കുന്നു. ഈ സമ്മർദ്ദത്തിൽ നിന്നും രക്ഷപ്പെടാൻ സഞ്ജു തിരഞ്ഞെടുത്ത ഷോട്ട് പക്ഷേ അത്യധികം അപകടകരമായിരുന്നു. ഓഫ് സ്റ്റംപിന് പുറത്തേക്ക് പോയ പന്തിൽ അനാവശ്യമായൊരു ഡ്രൈവിംഗിന് ശ്രമിച്ച സഞ്ജുവിന്റെ ബാറ്റിന്റെ എഡ്ജിൽ തട്ടി പന്ത് നേരെ വിക്കറ്റ് കീപ്പർ ജോസ് ബട്ട്ലറുടെ കൈകളിൽ എത്തുകയായിരുന്നു. ഒരു ലോകോത്തര ബാറ്റ്സ്മാനെ സംബന്ധിച്ചിടത്തോളം ഏകാഗ്രതയാണ് ഏറ്റവും വലിയ ആയുധം. സഞ്ജുവിന്റെ കാര്യത്തിൽ അത് അന്ന് നഷ്ടപ്പെട്ടു. മുഹമ്മദ് സിറാജ് എറിഞ്ഞ പന്തുകൾ സഞ്ജുവിനെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കി. പന്ത് കൃത്യമായി മിഡ് ചെയ്യാനോ ഗ്യാപ്പുകൾ കണ്ടെത്താനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ പരാജയബോധം റബാഡയുടെ ഓവറിലും തുടർന്നു. വിക്കറ്റ് കളയാതെ നിൽക്കേണ്ട ഘട്ടത്തിൽ അനാവശ്യമായ ഒരു ഷോട്ടിന് മുതിർന്ന് സഞ്ജുവിന്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയ പിഴവാണ്. ശ്രീകാന്ത് തന്റെ വീഡിയോയിൽ തുറന്നു പറഞ്ഞു. സഞ്ജുവിന്റെ വിക്കറ്റിന് പിന്നാലെ ചെന്നൈ സൂപ്പർ കിങ്സ് എടുത്ത ഒരു തീരുമാനം ശ്രീകാന്തിനെ വല്ലാതെ ചൊടിപ്പിച്ചു. സഞ്ജുവും ഉർവിൽ പട്ടേലും ഒരേ ഓവറിൽ പുറത്തായതോടെ ചെന്നൈ മാനേജ്മെന്റ് സർഫറാസ് ഖാനെ ഇമ്പാക്ട് സബ്ബായി 4ാം നമ്പറിൽ ഇറക്കി. ഈ നീക്കത്തെ ശുദ്ധ മണ്ടത്തരമെന്നാണ് ശ്രീകാന്ത് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഇങ്ങനെയാണ്: വെറും 2 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെട്ട സമയത്ത് എന്തിനാണ് പാനിക് ബട്ടൺ അമർത്തി ബാറ്റിംഗ് നിരയിൽ മാറ്റം വരുത്തിയത്? ടീമിൽ മികച്ച ബാറ്റ്സ്മാൻമാർ ബാക്കിയുള്ളപ്പോൾ ഇത്തരമൊരു നീക്കം അനാവശ്യമായിരുന്നു. സർഫറാസിനെ ബാറ്റിംഗിൽ ഇമ്പാക്ട് പ്ലെയറാക്കി ഇറക്കിയതോടെ പിന്നീട് ബോളിംഗ് സമയത്ത് മികച്ച ഫോമിലുള്ള മുകേഷ് ചൗധരിയെ ഉപയോഗിക്കാൻ ചെന്നൈക്ക് സാധിച്ചില്ല. മുകേഷ് പന്തെറിഞ്ഞിരുന്നെങ്കിൽ ഗുജറാത്തിനെ നിയന്ത്രിക്കാൻ CSKയ്ക്ക് ഒരുപക്ഷെ സാധിക്കുമായിരുന്നു. ചെന്നൈ ഉയർത്തിയ ചെറിയ സ്കോർ പിന്തുടർന്ന ഗുജറാത്ത് ടൈറ്റൻസ് തുടക്കം മുതൽക്കേ ആധിപത്യം പുലർത്തി. സഞ്ജു നേരത്തെ മടങ്ങിയതും സർഫറാസ് ഖാന് കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തതും CSKയുടെ റൺ റേറ്റിനെ ബാധിച്ചിരുന്നു. മറുപടി ബാറ്റിംഗിൽ ഗുജറാത്ത് ബാറ്റ്സ്മാൻമാർ ചെന്നൈ ബൗളർമാരെ അനായാസം നേരിട്ടു. 8 വിക്കറ്റിന്റെ വമ്പൻ തോൽവിയാണ് ചെന്നൈ വഴങ്ങിയത്. സഞ്ജു സാംസനെ പോലൊരു സീനിയർ താരം നിർണായകമായ മത്സരങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ടെന്നാണ് ശ്രീകാന്തിന്റെ വാക്കുകൾ നൽകുന്ന സൂചന. ഒരു കളിയിൽ സെഞ്ചുറി നേടിയാൽ അടുത്ത കളിയിൽ അമിത ആത്മവിശ്വാസം കാണിക്കുന്നത് തിരിച്ചടിയാകും. ഒപ്പം തന്നെ ഇമ്പാക്ട് പ്ലെയർ പോലുള്ള നിയമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ടീം മാനേജ്മെന്റ് കൂടുതൽ ബുദ്ധിപരമായി ചിന്തിക്കേണ്ടതുണ്ടെന്നും ഈ മത്സരം തെളിയിക്കുന്നു. സഞ്ജുവിന്റെ ഫോമും CSKയുടെ തന്ത്രങ്ങളും വരും മത്സരങ്ങളിൽ ചർച്ചയാകുമെന്നത് ഉറപ്പാണ്. ഈ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ചെന്നൈ അടുത്ത പോരാട്ടത്തിലേക്ക് ഒരുങ്ങുമ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് സഞ്ജുവിന്റെ പഴയ പ്രതാപത്തിലേക്കുള്ള തിരിച്ചുവരവാണ്.